ഞാൻ ഡോക്ടർ മാധവൻ പിള്ള, തിരുവനന്തപുരം സമത ആശുപത്രിയിലെ ART ലെവൽ 2 ക്ലിനിക്കിൻ്റെയും സറോഗസി ക്ലിനിക്കിൻ്റെയും മെഡിക്കൽ ഡയറക്ടറാണ്. ഇന്ന് ART മേഖലയിലെ നിയമ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. 2021 ഇന്ത്യയിൽ 2 നിയമങ്ങൾ നിലവിൽ വന്നു. ART ആക്റ്റും സറോഗസി ആക്റ്റും. ഈ നിയമങ്ങൾ വരുന്നതിന് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ICMR സ്ഥാപനത്തിൻ്റെ ഗൈഡ് ലൈൻസ്, മാർഗരേഖകൾ മാത്രമേ ഈ മേഖലയിൽ നിയമപരമായി നിലവിലുണ്ടായിരുന്നുള്ളൂ. ഇംഗ്ലണ്ടിൽ 1978 നടന്ന ടെസ്റ്റ് ട്യൂബ് ശിശു ജനനം ഒരു വിപ്ലവം തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് കൊണ്ടുവന്നിരിക്കും. ആൺപെൺ ലൈംഗിക വീഴ്ച കൂടാതെ തന്നെ ഗർഭധാരണവും പ്രസവവും സാധ്യമാണെന്നുള്ള സാങ്കേതികവിദ്യ അന്നു മുതൽ നിലവിൽ വന്നു. നിലവിലുണ്ടായിരുന്ന നിയമങ്ങളും സമൂഹത്തിൻ്റെ ധാരണകളും ലൈംഗിക വീഴ്ചയിലൂടെയുള്ള ഗർഭധാരണവും പ്രസവവും അനുസരിച്ചിട്ടുള്ള തത്വസംഹിതകളായിരുന്നു. പുതിയ നിയമങ്ങൾ വേണം എന്നുള്ള ധാരണ ലോകത്തെമ്പാടും നിലവിലുണ്ടായി. അങ്ങനെ ഇന്ത്യയിലും 2021 2 നിയമങ്ങൾ നിലവിൽ വന്നു. ഈ മേഖലയിലെ 3 കാര്യങ്ങൾ പ്രസക്തമാണ്. നിയമത്തിൻ്റെ നേർവഴികൾ ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കുവാൻ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വന്ധ്യത ചികിത്സയെ നമുക്ക് 2 കാലഘട്ടത്തിലായി വിഭജിക്കാം. ഒന്ന് 1978 മുൻപുള്ള കാലഘട്ടം, 2 1970 ശേഷമുള്ള കാലഘട്ടം. 1978 മുൻപുള്ള കാലഘട്ടത്തിൽ നിയമപരമായി കുടുംബ സ്ഥാപനത്തിനായി സ്ത്രീ പുരുഷൻ്റെ ലൈംഗിക വീഴ്ചയിലൂടെയുള്ള ഗർഭധാരണവും പ്രസവവുമായിരുന്നു നിയമപരമായി അംഗീകരിക്കപ്പെട്ടത്. 1978 ടെസ്റ്റ് ട്യൂബ് ശിശു ജനനത്തിന് ശേഷം ഈ ധാരണകൾ മാറ്റപ്പെടേണ്ടതായി വന്നു. ലൈംഗിക ബന്ധത്തിൽ കൂടെയല്ലാതെ ഗർഭധാരണവും പ്രസവവും സാധ്യമാണെന്ന് ഈ സാങ്കേതിക വിദ്യ കാട്ടിത്തരുന്നു. കൂടാതെ ബീജദാന ചികിത്സ, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ബീജങ്ങൾക്ക് വൈകല്യമുണ്ടെങ്കിൽ ആ വൈകല്യങ്ങൾ നികത്തുവാൻ ചികിത്സയില്ലാത്തതാണ് എങ്കിൽ അവർക്ക് മൂന്നാമതൊരാളിൽ നിന്നും ഈ ഗുണമേന്മയുള്ള ബീജങ്ങളെ സ്വീകരിക്കാവുന്നതാണ്. ഭാര്യയെയും ഭർത്താവിനെയും ഒന്നാം കക്ഷിയെന്നും രണ്ടാം കക്ഷിയെന്നും വിളിക്കുകയും മറ്റൊരാളിൻ്റെ മൂന്നാം കക്ഷിയുടെ സഹായം ഗർഭധാരണത്തിനും പ്രസവത്തിനും സ്വീകരിക്കാവുന്നതാണ്. നിയമപരമായി അതൊരു പുതിയ സംഭവമായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം, ഗർഭപാത്രത്തിന് പരിഹരിക്കാൻ സാധിക്കാത്ത വൈകല്യമുള്ള സ്ത്രീകൾക്ക്, ഗർഭധാരണം അസാധ്യമായ സ്ത്രീകൾക്ക് വേറൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഗർഭധാരണം സാധ്യമായി. പകര ഗർഭധാരണം സറോഗസി എന്നുള്ള മെത്തഡ് അന്ന് മുതൽ കണ്ടുപിടിക്കപ്പെട്ടു. ഇതിനെയെല്ലാം നിയമവ്യവസ്ഥയിൽ കൊണ്ടുവരുന്ന നിയമങ്ങളാണ് 2021 പുതിയ നിയമങ്ങൾ വഴി ഇന്ത്യയിൽ സാധ്യമായത്. ഈ നിയമത്തിൻ്റെ പ്രത്യേകതകൾ: ഒന്ന്, ഈ നിയമം ഇന്ത്യൻ പൗരന്മാർക്കും മുൻപ് ഇന്ത്യൻ പൗരത്വം ഉള്ളവർക്കും വേണ്ടി മാത്രമാണ്. വിദേശികൾക്ക് ഈ തരം ചികിത്സകൾ നിയമപരമായി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ രംഗത്ത് 2021 മുൻപ് പല ആരോപണങ്ങളും, സ്ത്രീകളെയും കുട്ടികളെയും ചൂഷണം ചെയ്യുന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് പരിഹരിക്കുന്നതിനും ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് വിദേശികളെ ചികിത്സയിൽ നിന്ന് ഒഴിവാക്കിയത്. 2 തരത്തിലുള്ള സറോഗസി ചികിത്സ, പകര ഗർഭധാരണ രീതികളുണ്ട്. സാമ്പത്തിക അടിസ്ഥാനത്തിൽ അവ 2ആയി തിരിച്ചിരിക്കുന്നു. ഒന്ന്, വാടക ഗർഭധാരണം, കമേഴ്സ്യൽ സറോഗസി. പകര ഗർഭധാരണത്തിന് തയ്യാറായ സ്ത്രീകൾക്ക്, വന്ധ്യതാ രോഗികൾ സാമ്പത്തിക സഹായമോ പാരിതോഷികമോ നൽകുന്നത് നിരോധിച്ചിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ദാന സറോഗസിക്ക്
അല്ലെങ്കിൽ പകരഗർഭധാരണത്തിൻ്റെ പരോപകാര രീതിയിലുള്ള അൾട്രൂയിസ്റ്റിക് സറോഗസിക്ക് തയ്യാറാകുന്നവർക്ക് ചികിത്സാ ചെലവ്, ദൈനംദിന ചെലവ്, ചികിത്സയിലുണ്ടാകുന്ന അപകട കാര്യങ്ങൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയ്ക്ക് വേണ്ടി വന്ധ്യതാ രോഗികൾക്ക് സഹായം നൽകാവുന്നതാണ്. ഈ ആർക്കെല്ലാം സറോഗസി ചികിത്സ സാധ്യമാക്കാം? ഇന്ത്യയിൽ വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതിമാർക്കും ഒരിക്കൽ വിവാഹിതരായ പിന്നീട് വിധവയോ വിവാഹമോചിതരോ ആയ സ്ത്രീകൾക്ക് മാത്രമേ സറോഗസി ചികിത്സ ലഭ്യമാകുകയുള്ളൂ. വന്ധ്യതാ രോഗികളായ ഭർത്താവിനും ഭാര്യയ്ക്കും ഭർത്താവിന് 26 വയസ്സ് മുതൽ 56 വയസ്സിനുള്ളിൽ ആയിരിക്കണം. സ്ത്രീക്ക് 23 മുതൽ 50 വയസ്സ് വരെ ആയിരിക്കണം. ഒറ്റ സ്ത്രീക്ക് മുൻ വിവാഹിതരായ സ്ത്രീകൾക്ക് വിധവയും വിവാഹമോചനം നേടിയവർക്കും ഈ ചികിത്സ ലഭ്യമാക്കാം. അവരുടെ പ്രായം 35 മുതൽ 45 വരെ ആയിരിക്കണം. ഇവർ അധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പല സർട്ടിഫിക്കറ്റുകളും തയ്യാറാക്കേണ്ടതുണ്ട്. ജനന സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വിവാഹ സർട്ടിഫിക്കറ്റ്, വിവാഹിതരാണോ എന്ന് ആയതിനുള്ള സർട്ടിഫിക്കറ്റ്. അവർക്ക് ഇത്തരം രോഗികൾക്ക് മുൻപ് സാധാരണ രീതിയിലോ സറോഗസി രീതിയിലോ അഡോപ്ഷൻ രീതിയിലോ ഒരു കുഞ്ഞു പോലും ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. സറോഗസിക്ക് തയ്യാറാകുന്ന സ്ത്രീകൾ വിവാഹിതരായിരിക്കണം. അവർക്ക് ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായിരിക്കണം. ഭർത്താവിൻ്റെ സമ്മതം ഉണ്ടായിരിക്കണം. 25-നും 35-നും ഇടയിലുള്ള പ്രായം ഉണ്ടായിരിക്കണം. അവരും ഈ രീതിയിൽ വിവാഹ സർട്ടിഫിക്കറ്റ്, കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് എന്നിവ അധികാരികളുടെ മുമ്പിൽ ഹാജരാക്കേണ്ടതായുണ്ട്. കർശനമായ നിയമവ്യവസ്ഥയിലാണ് ഈ ചികിത്സകൾ നടക്കുന്നത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഡിസ്ട്രിക്ട് തലത്തിലും പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി ഈ 2 തരം ആൾക്കാരും വന്ധ്യതാ രോഗികളും സറോഗസി സ്ത്രീയും ഹാജരാകേണ്ടതായുണ്ട്. പ്രാഥമികമായി ലൈസൻസുള്ള സറോഗസി ക്ലിനിക്കിൽ ഇവരുടെ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷം ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡിലേക്ക് ഇവരെ ശുപാർശ കത്ത് നൽകുന്നതാണ്. അവിടെ നിന്ന് മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം ഒരു മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ ഹാജരായി അവർ ബർത്ത് ഓർഡർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കൂടാതെ 36 മാസത്തെ ഒരു ഇൻഷുറൻസ് കവറേജ് സറോഗസി ലേഡിയുടെ പേരിൽ അവരുടെ ചിലവുകൾക്കും പ്രസവാനന്തര പ്രശ്നങ്ങൾക്കുമെല്ലാം സഹായകമായ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കണം. ഈ ഇൻഷുറൻസ് കവറേജ് ഒരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിലോ ഒരു നോട്ടറി പബ്ലിക്കിൻ്റെ മുമ്പിലോ അഫിഡവിറ്റായിട്ട് സമ്മതം നേടിയിരിക്കണം. ഈ വിവിധതരം സർട്ടിഫിക്കറ്റുകളും അഫിഡവിറ്റുമായിട്ട് സറോഗസി ക്ലിനിക്കിൻ്റെ ലൈസൻസുള്ള സറോഗസി ക്ലിനിക്കിൻ്റെ ശുപാർശ കത്തോടുകൂടി അവർ സ്റ്റേറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന നിയമ ബോഡിയെ സമീപിക്കേണ്ടതാണ്. അപ്രോപ്രിയേറ്റ് അതോറിറ്റി കേരളത്തിൽ സെക്രട്ടേറിയറ്റിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അക്രഡിറ്റേഷൻ സ്ഥാപനമാണ്. ആ കമ്മിറ്റിയിൽ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയിൽ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നിയമ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉന്നതാധികാരികളും സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന NGOകളുടെ ഭാരവാഹികളും പ്രമുഖരായ IVF ഗൈനക്കോളജിസ്റ്റുകളും മറ്റ് പലരുമടങ്ങുന്ന ഒരു വിദഗ്ധ സമിതിയാണ്. അവർ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം ഈ വന്ധ്യതാ രോഗികൾക്കും സറോഗസി സ്ത്രീക്കും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. ഈ 2 സർട്ടിഫിക്കറ്റുമായി അവർ തിരികെ
ലൈസൻസുള്ള സറോഗസി ക്ലിനിക്കിൽ വന്ന് അവർക്ക് പൂർണ്ണമായ സറോഗസി ചികിത്സകൾ നടത്താവുന്നതാണ്. ഈ അവസരത്തിൽ സറോഗസി ചികിത്സയുടെ മുൻപുണ്ടായിരുന്ന ഒരു പതിപ്പാണ് നമുക്ക് അഡോപ്ഷൻ എന്ന് പറയാം. ദത്തെടുക്കലും സറോഗസിയും ഒരു സ്ത്രീ പ്രസവിക്കാതെ തന്നെ മറ്റൊരു സ്ത്രീ പ്രസവിച്ച കുട്ടിയെ കുടുംബാംഗമായി അംഗീകരിച്ച് വളർത്തുന്നതാണ് ഈ രണ്ട് മെത്തേഡുകളിലും, സറോഗസിയിലും അഡോപ്ഷനിലും നടപ്പാകുന്നത്. അഡോപ്ഷനിലാകട്ടെ അന്യവും അപരിചിതവുമായ ഒരു കുട്ടിയെ കുടുംബാംഗമായി അംഗീകരിച്ച് വളർത്തുന്നു. സറോഗസിയിലാകട്ടെ സറോഗസി സ്ത്രീയുടെ തിരഞ്ഞെടുപ്പിലും അവരുടെ സാമ്പത്തിക കാര്യങ്ങളിലും ആ കാലഘട്ടത്തിലെ പരിപോഷണത്തിലുമെല്ലാം ബന്ധിത ദമ്പതികൾ പങ്കാളിത്തം വഹിക്കുന്നു. അതുകൊണ്ട് സറോഗസി ചികിത്സ ഏത് കാരണത്താലും പങ്കാളിത്തവും സാമ്പത്തികമായ സഹായവും കിട്ടുന്ന രീതിയിലുള്ള അത് അപരിചിതമായ അഡോപ്ഷൻ മെത്തേഡിനെക്കാട്ടി എന്തുകൊണ്ടും നല്ലതാണ്. ഈ നിയമത്തിലെ ചില അപാകതകൾ പ്രായപരിധിയിലും ബീജദാനത്തിലുമുള്ള ചില അപാകതകൾ ഇന്ത്യയിലെ പല കോടതികളും ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഇത്തരം നിയമവ്യവസ്ഥകൾ കഠിനവും പാലിക്കപ്പെടുന്നതിന് പ്രയാസമേറിയതുമാണ്. നിയമലംഘനത്തിന് പിഴയും തടവുമെല്ലാം നിഷ്കർഷിക്കുന്ന ഈ നിയമവ്യവസ്ഥ ഡോക്ടർമാരെയും ആശുപത്രികളെയും മാത്രമല്ല, ആശുപത്രിയിലെ മറ്റു ജീവനക്കാരെയും ഭരണ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെയും തന്നെ ശിക്ഷിക്കുന്നതിനുള്ള വകുപ്പുകൾ അടങ്ങിയിട്ടുള്ളതാണ്. കാലക്രമത്തിൽ വേണ്ട രീതിയിൽ ഈ ജുഡീഷ്യറിയുടെ ഇടപെടലുകൾ കൊണ്ടും മറ്റ് സംഘടനകളുടെ ശുപാർശ കൊണ്ടും സറോഗസി നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.